വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. എല്ലാം കാണുന്ന കണ്ണുകൾ, എല്ലാം കേൾക്കുന്ന കാതുകൾ, എല്ലാം അറിയുന്ന ഹൃത്തടം നിന്റേതു മാത്രമല്ലോ നാഥ, നിന്റേതു മാത്രമല്ലോ. ഒരിക്കൽ നൊവിഷ്യറ്റിന്റെ കാലത്ത് കുട്ടികളുടെ അടുക്കളയിൽ ജോലി ചെയ്യാൻ മദർ ഡയറക്ട്രസ് എന്നെ നിയോഗിച്ചു. വളരെ വലിയ പാത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞാൻ വളരെ വിഷമിച്ചു. ഉരുളക്കിഴങ്ങിന്റെ വെള്ളം ഊറ്റുന്നത് എനിക്ക് ഏറ്റവും പ്രയാസമേറിയ ജോലിയായിരുന്നു. പലപ്പോഴും വെള്ളത്തോടു കൂടി പകുതി ഉരുളക്കിഴങ്ങ് ഒഴുകിപ്പോകുമായിരുന്നു. മദർ ഡയറക്ട്രസിനോട് ഞാൻ ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ ക്രമേണ ഇത് ചെയ്യാനുള്ള കഴിവുണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ ഓരോ ദിവസവും എന്റെ ശക്തി കുറഞ്ഞു വന്നു. ഈ ജോലി കൂടുതൽ ആയാസമുള്ളതായി അനുഭവപ്പെട്ടു. അതിനാൽ ഉരുളക്കിഴങ്ങ് ഊറ്റേണ്ട സമയമാവുമ്പോൾ ഞാൻ മാറി നിൽക്കും. ഇക്കാര്യം മറ്റു സിസ്റ്റേഴ്സ് ശ്രദ്ധിച്ചു. അവർക്ക് വളരെ അതിശയം തോന്നി. ഒഴിവാക്കുന്നതല്ല, എത്ര ശ്രമിച്ചിട്ടും സാധിക്കാത്തതാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഉച്ചസമയത്തെ ആത്മശോധനയുടെ സമയത്ത് എന്റെ ബലഹീനതയെപ്പറ്റി ഞാൻ ദൈവത്തോട് പരാതി പറഞ്ഞു. അപ്പോൾ എന്റെ ആത്മാവിൽ ഇങ്ങനെ കേട്ടു: ഇന്നു മുതൽ നീ ഇത് അനായാസം ചെയ്യും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. അന്നു വൈകിട്ട് ഉരുളക്കിഴങ്ങിന്റെ വെള്ളം ഊറ്റേണ്ട സമയമായപ്പോൾ കർത്താവിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് അനായാസം പാത്രമെടുത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞു. എന്നാൽ ഉരുളക്കിഴങ്ങിന്റെ ആവി കളയാൻ പാത്രത്തിന്റെ മൂടി മാറ്റിയപ്പോൾ അതിനുള്ളിൽ ഉരുളക്കിഴങ്ങിന് പകരം വളരെ ഭംഗിയുള്ള ചുവന്ന റോസാപ്പൂക്കളുടെ കെട്ടുകളാണ് ഞാൻ കണ്ടത്. മുമ്പൊരിക്കലും അത്തരം റോസാപ്പൂക്കൾ ഞാൻ കണ്ടിരുന്നില്ല. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാനാവാതെ ഞാൻ വിഷമിച്ചു. അപ്പോൾ കേട്ടു: നിന്റെ കഠിനാധ്വാനം ഏറ്റവും ഭംഗിയുള്ള പൂച്ചെണ്ടുകളായി ഞാൻ മാറ്റുന്നു. അതിന്റെ പരിമളം എന്റെ സിംഹാസനം വരെ ഉയരുന്നു. അന്നു മുതൽ കറി വയ്ക്കാനുള്ള എന്റെ തവണയ്ക്ക് മാത്രമല്ല, മറ്റ് സിസ്റ്റേഴ്സിന് പകരമായി ഞാൻ ജോലി ചെയ്യുമ്പോഴും ഉരുളക്കിഴങ്ങ് ഞാൻ തന്നെ ഊറ്റാൻ ശ്രമിച്ചിരുന്നു. ഈ ജോലി മാത്രമല്ല, മറ്റു കഠിനാധ്വാനമുള്ള ജോലികളിലും മുൻകൈയെടുത്ത് ഞാൻ സഹായിച്ചു പോന്നു. എന്തെന്നാൽ അത് ദൈവത്തെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമായി. ഓ, നമ്മുടെ പ്രവൃത്തികളെ സമ്പൂർണവും ദൈവത്തിന് പ്രീതികരവുമാക്കുന്ന ശുദ്ധ നിയോഗത്തിന്റെ അക്ഷയ നിക്ഷേപമേ! ഓ ഈശോയെ, ഞാൻ എത്ര ബലഹീനയാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. എപ്പോഴും എന്നോടൊത്തുണ്ടായിരിക്കണമേ. എന്നെയും എൻ്റെ പ്രവൃത്തികളെയും നിയന്ത്രിക്കണമേ. അങ്ങാണല്ലോ എൻ്റെ ഏറ്റവും വലിയ അധ്യാപകൻ. ഈശോയെ, എൻ്റെ ദുരിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാൻ തീർത്തും ഭയചകിതയാകുന്നു. അതേസമയം എൻ്റെ ദുരിതങ്ങളെ അതിലംഘിക്കുന്ന അങ്ങയുടെ അപരിമേയമായ കരുണയിൽ ഞാൻ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഈ ചിന്ത അങ്ങയുടെ ശക്തിയാൽ എന്നെ ആവരണം ചെയ്യുന്നു. ഓ, എന്നെ പറ്റിയുള്ള അറിവിൽ നിന്നൊഴുകുന്ന സന്തോഷമേ! ഓ സനാതന സത്യമേ! അങ്ങയുടെ സ്ഥിരത എത്ര അനശ്വരമാണ്!